ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 207. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ തൻ്റെ കാര്യങ്ങൾ പറയുവാൻ ഒരുങ്ങിയാണ് പൗലോസ് വന്നത്. എന്നാൽ മഹാപുരോഹിതൻ്റെ പ്രകോപനപരമായ വാക്കുകളും അതേ തുടർന്നുണ്ടായ സംഭാഷണങ്ങളും പൗലോസിൻ്റെ പ്രസംഗത്തിന് വളരെയധികം താളപ്പിഴകൾ സൃഷ്ടിച്ചു. പെട്ടെന്ന് പൗലോസിനൊരു ആശയം ഉദിച്ചു. ന്യായാധിപ സംഘത്തിൽ 2 കക്ഷിക്കാരാണുള്ളത്. ഒന്ന് പരീശന്മാർ, 2 സദൂക്യർ. ഇവർ തമ്മിൽ നിതാന്ത ശത്രുക്കളുമാണ്. ചില പൊതു പ്രശ്നങ്ങളിൽ മാത്രമേ ഇവർ യോജിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരു അടവ് തന്നെ പൗലോസ് പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ ശത്രുക്കളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത്. സഹോദരന്മാരെ, പൗലോസ് സംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഞാനൊരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ സദൂക്യർ. പരീശന്മാർ പുനരുത്ഥാനത്തിൽ ഉറച്ചു തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു, കൂടാതെ ദൂതന്മാരിലും മറ്റും. ഇത് പറയുമ്പോൾ പൗലോസിൻ്റെ ലക്ഷ്യം വളരെ പരിമിതമായിരുന്നു. കേസ് വിസ്തരിച്ച് വോട്ടിടുമ്പോൾ പരീശപക്ഷം പൗലോസിനെ കുറ്റവിമുക്തനാക്കുവാൻ വോട്ട് ചെയ്യണം, അത്രമാത്രം. എന്നാൽ അത് സകല പ്രതീക്ഷകളെയും അതിലംഘിച്ച് ഒരു വലിയ ഇടച്ചിലിന് കാരണമായി. പരീശപക്ഷത്തെ ശാസ്ത്രിമാർ പൗലോസിന് അനുകൂലമായി വാദിച്ചു. ഒരു ആത്മാവോ ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വരാം. ഈ മനുഷ്യനിൽ ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല, അവരിങ്ങനെ പ്രഖ്യാപിച്ചു. എന്നാൽ മറുഭാഗം ശക്തിയായി പൗലോസിനെതിരെ നിന്നു. ഇങ്ങനെ ആകെ വലിയ ശബ്ദകോലാഹലമായി. ആക്രോശങ്ങളും ശകാരങ്ങളും കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് തന്നെ പറയാം. പൗലോസിനെ ചിലർ ചീന്തിക്കളയും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സഹസ്രാധിപൻ വീണ്ടും രംഗത്തേക്ക് വന്നു. പൗലോസിനെ കോട്ടയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ പൗലോസ് ഒരിക്കൽ കൂടി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇങ്ങനെ പൗലോസ് ഇപ്പോൾ സഹസ്രാധിപൻ്റെ മേൽനോട്ടത്തിൽ അന്റോണിയ തടവറയിൽ ഒരു തടവുകാരനായിരിക്കുകയാണ്. വളരെ മാനസിക പിരിമുറുക്കത്തോടു കൂടിയാണ് ഇവിടെ പൗലോസ് യെരുശലേമിൽ കടന്നു വന്നത് തന്നെ. അഗബോസ് കൈസരിയിൽ വെച്ച് പ്രവചിച്ചത് ഇവിടെ നിവൃത്തിയായി. പൗലോസ് ഇപ്പോൾ ബന്ധനസ്ഥനായിട്ടാണ് കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ അനുഭവങ്ങളും ഈ ദൈവഭൃത്യനെ വളരെയധികം നിരാശയിലും വേദനയിലുമാക്കിയിരിക്കുകയാണ്. യെരുശലേമിലെ വിശ്വാസികളിൽ നിന്ന് എന്തെങ്കിലും സഹതാപത്തിൻ്റെ ഒരു നീക്കമുണ്ടായോ എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടില്ല. യാദൃച്ഛികമായി വന്ന റോമൻ നിയമ സംരക്ഷണത്തിൻ്റെ അസ്വസ്ഥമായ ഒരു ശാന്തത അതുമാത്രമാണിപ്പോൾ. സമയം രാത്രി, എല്ലാ ആത്മവീര്യവും നഷ്ടപ്പെട്ട് പരമശൂന്യം എന്നോണം പൗലോസ് കഴിയുമ്പോൾ നോക്കൂ, കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ പൗലോസിൻ്റെ ആത്മാവും മനസ്സും ദൈവസമാധാനം കൊണ്ട് നിറഞ്ഞു. മാത്രമല്ല, മുമ്പ് താൻ തന്നെ പറഞ്ഞ വാക്കുകളിൽ ധൈര്യപ്പെടുകയും ചെയ്തു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അന്ന് രാത്രി കർത്താവിൽ നിന്ന് ലഭിച്ച ആ അരുളപ്പാട് പൗലോസിനെ വളരെ സന്തോഷവനാക്കി. അതായത്, താൻ താമസിയാതെ റോമിൽ പോകുമെന്നും അവിടെ കർത്താവിനെ സാക്ഷിക്കണമെന്നും ഉള്ള അരുളപ്പാട്. വാസ്തവത്തിൽ പൗലോസ് റോമിൽ പോകുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ആഗ്രഹം ഗവൺമെൻറ് ചിലവിൽ സാധിച്ചു കിട്ടുവാൻ ഇടയായിരിക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ചില യഹൂദന്മാർ ഒത്തുചേർന്ന് പൗലോസിനെ കൊന്നുകളയുവാനുള്ള ഒരു ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്തു. ഉപദ്രവകാരിയായ ഒരു അവിശ്വാസിയെ കൊല്ലുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായി യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തീവ്രവാദികളായ 40 പേര് ഒത്തുചേർന്ന് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്നൊരു ശപഥം ചെയ്തു. അതേക്കുറിച്ച് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.